നമസ്കാരം. സമീപകാലത്ത് തമിഴ് സിനിമാ മേഖലയിലും രാഷ്ട്രീയത്തിലും ഏറെ ചർച്ചയായി മാറിയ കാര്യമായിരുന്നു നടനും മുഖ്യമന്ത്രിയുമായ വിജയും ഭാര്യ സംഗീതയും വേർപിരിയാൻ പോകുന്നു എന്ന വാർത്ത. ഏറെ നടത്തിയ അഭ്യൂഹങ്ങൾക്കെല്ലാം ഒടുവിൽ സംഗീത കോടതിയിൽ ഡിവോഴ്സ് നോട്ടീസ് ഫയൽ ചെയ്യുകയും ചെയ്തിരുന്നു. വിജയ് മറ്റൊരു നടിയുമായി ബന്ധമുണ്ടെന്ന അടക്കമുള്ള ആരോപണങ്ങളും സംഗീത ഉന്നയിക്കുകയുണ്ടായി. ഇത് തൃഷയാണെന്ന തീരുമാനത്തിലേക്കും ഏവരും എത്തിയിരുന്നു. ഇതിനെല്ലാം ശേഷമായിരുന്നു വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി അധികാരത്തിലേറുന്നത്. സംഗീതയും വിജയും വീണ്ടും ഒന്നിക്കാൻ പോകുന്നു എന്ന അഭ്യൂഹങ്ങൾ വാർത്താ മാധ്യമങ്ങളിൽ ഇതിനിടയ്ക്ക് നിറയുകയും ചെയ്തിരുന്നു. മക്കൾക്ക് വേണ്ടി വിജയുടെ അമ്മ ശോഭ സംഗീതയുമായി സംസാരിച്ചുവെന്നും ഇക്കാര്യങ്ങളെല്ലാം ഒത്തുതീർപ്പാക്കി ഇരുവരും ഒന്നിക്കുന്നുവെന്നുമായിരുന്നു പുറത്തു വന്നിരുന്ന വിവരങ്ങളെല്ലാം. വിജയുടെ പിറന്നാൾ ദിവസമായ ജൂൺ 22 സംഗീതയ്ക്ക് ഒപ്പമുള്ള ഫോട്ടോകളും പ്രത്യക്ഷപ്പെടുമെന്നും പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. കുടുംബാംഗങ്ങൾ ഇരുവരെയും അനുരഞ്ജിപ്പിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ വാർത്തകളെല്ലാം തന്നെ ഊഹാപോഹങ്ങൾ മാത്രമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ. വിജയും സംഗീതയും വീണ്ടും ഒരുമിക്കുകയാണെന്നും ഡിവോഴ്സ് കേസ് പിൻവലിക്കുകയാണെന്നും തുടങ്ങിയ റിപ്പോർട്ടുകളെല്ലാം തീർത്തും തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഫിലിം ജേർണലിസ്റ്റായ ബിസ്മി. എനിക്ക് അറിയാവുന്നിടത്തോളം അങ്ങനെ നടക്കാൻ സാധ്യതയില്ല. 2017 മുതൽ ഇവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. ഞാനായിട്ട് വിവാഹമോചനത്തിന് മുൻകൈ എടുക്കരുത്, സംഗീത തീരുമാനിച്ചാൽ തടുക്കുകയും ചെയ്യരുത് എന്നായിരുന്നു വിജയുടെ ചിന്ത. കോടതിയെ സമീപിക്കുന്നതിന് മുൻപ് സെറ്റിൽമെന്റ് ചർച്ചകൾ നടന്നിരുന്നു. അവിടെ സംഗീതയുടെ ഡിമാൻഡ് വിജയ്ക്ക് അംഗീകരിക്കാനായിരുന്നില്ല. 100 മുതൽ 200 കോടി പണമാണ് ആവശ്യപ്പെട്ടത്. വിജയ് അത് സമ്മതിച്ചില്ല. ഒരു ഘട്ടത്തിൽ സംഗീത കോടതിയിൽ പോയിരുന്നു. സംഗീതയെ ഇതിനെ പ്രേരിപ്പിച്ച കുടുംബം ഏതാണെന്നെല്ലാം വിജയ്ക്ക് അറിയാവുന്നതാണ്. ഇത് വിജയുടെ ദേഷ്യത്തെ പല മടങ്ങ് ഇരട്ടിയാക്കി. ചോദിക്കുന്ന പണം കൊടുക്കരുത് എന്ന പിടിവാശിയിലും എത്തി. വിജയും സംഗീതയും ഒരുമിക്കാൻ പോകുന്നു, ഒരുമിച്ചു എന്നെല്ലാം പറയുന്നത് ആരാധകരുടെ ആഗ്രഹങ്ങൾ മാത്രമാണ്. വിജയും സംഗീതയും വീണ്ടും ഒന്നിച്ചു, ദൈവത്തിന് നന്ദി എന്നെല്ലാം ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. താനത് കണ്ട് ചിരിക്കാറാണ് ചെയ്യുകയെന്നും ബിസ്മി പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെടുത്തി നോക്കുകയാണെങ്കിൽ വിജയ് തെരഞ്ഞെടുപ്പ് വേളയിൽ സ്വന്തം വസ്തുക്കളെല്ലാം വിൽക്കാൻ നോക്കുകയും ഇത് അന്ന് വലിയ ചർച്ചയാവുകയും എല്ലാം ചെയ്തിരുന്നു. സംഗീതയ്ക്ക് സ്വത്ത് നൽകാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പേരിൽ എല്ലാ വസ്തുക്കളും വിൽക്കാൻ നോക്കുന്നതെന്നും അത് പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി ആണെന്ന് പറയുകയും ചെയ്തിരുന്നു. ഇരുവരും വീണ്ടും ഒരുമിക്കുന്നു എന്ന കാര്യത്തിൽ പലർക്കും സംശയങ്ങളുണ്ട്. കാരണം തൃഷയുമായുള്ള ബന്ധം വിജയ് ഏറെക്കുറെ പരസ്യമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. വിജയ് തന്റെ ജീവിത പങ്കാളിയാണെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയുള്ള തൃഷയുടെ പെരുമാറ്റങ്ങളും സമീപനങ്ങളും എല്ലാം തന്നെ ചർച്ചയായി മാറി. വിജയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ തൃഷ എത്തിയിരുന്നു. ശോഭ ചന്ദ്രശേഖരനെ തൃഷ അന്ന് ആലിംഗനം ചെയ്യുകയും ചെയ്തിരുന്നു. ഇതെല്ലാം തന്നെ വളരെ ശ്രദ്ധ നേടിയ കാര്യങ്ങളാണ്. തൃഷ വിജയ് വിവാഹം ഉടനുണ്ടാകും എന്നാണ് അന്ന് വന്നിരുന്ന അഭ്യൂഹങ്ങൾ. ഇതിനുശേഷമാണ് പുതിയ അഭ്യൂഹങ്ങൾ ഉടലെടുത്തത്. ഇമേജ് തിരിച്ചുപിടിക്കുവാൻ വേണ്ടി വിജയുടെ PR ടീമുകൾ പ്രചരിപ്പിക്കുന്ന വാർത്തയാണ് ഇതെന്ന് സോഷ്യൽ മീഡിയയുടെ നിരീക്ഷണങ്ങളുണ്ട്. സംഗീതയും വിജയും ഇനി ഒരുമിക്കാനേ സാധ്യതയില്ലെന്നാണ് ഇവർ പറയുന്നത്. ജൂൺ 22 ആയ ഇന്ന് വിജയുടെ പിറന്നാൾ ദിനമാണ്. ഇന്ന് ഇക്കാര്യത്തിൽ വ്യക്തത വന്നേക്കും എന്നാണ് പലരുടെയും പ്രതീക്ഷ. ഒരുപക്ഷെ നിയമപരമായ ഡിവോഴ്സിന് നീങ്ങാതെ സെറ്റിൽമെന്റിന് സംഗീത തയ്യാറാകാമെന്നും വിവാദങ്ങളുണ്ട്. കോടതി നടപടിക്രമങ്ങൾക്ക് നാളുകൾ ഏറെയെടുക്കും. ഇത് ഒഴിവാക്കാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെ പിന്മാറുക എന്നും അതേസമയം വിജയുടെ പേര് മോശമാകാതിരിക്കാൻ വേണ്ടി അമ്മ ഇടപെട്ട് വിവാഹമോചനത്തിൽ നിന്നും പിന്മാറ്റിച്ചു എന്നും ഇക്കാര്യത്തെ വ്യാഖ്യാനിക്കുന്നുണ്ട്. സംയമനത്തിന് വിജയും സംഗീതയും തയ്യാറാകുമെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ ഇത്രമാത്രം വഷളാവുകയില്ലായിരുന്നു. സംഗീത ഡിവോഴ്സ് പെറ്റീഷൻ പുറത്തുവിട്ടതിന് പിന്നാലെ വിജയ് ചെയ്തത് തൃഷയ്ക്കൊപ്പം പൊതുവിടങ്ങളിൽ എത്തുകയായിരുന്നു. അതുവരെയും രഹസ്യമായിരുന്ന ബന്ധം പരസ്യമാക്കിയ നീക്കമാണ് ഇതെന്നാണ് പലരും കണ്ടെത്തിയിരുന്നത്. നടിയുമായുള്ള ബന്ധത്തിൽ പിന്മാറണമെന്ന് വിജയ് പറഞ്ഞിട്ടും അതുണ്ടായില്ലെന്ന് സംഗീത ഡിവോഴ്സ് പെറ്റീഷനിൽ പറയുന്നുണ്ട്. ഇനി വിജയുമായി ഒന്നിക്കാൻ സംഗീത താല്പര്യപ്പെടുന്ന ഇല്ല എന്നതാണ് ഇതിന്റെ സാധ്യതകൾ. നിരാലംബിയായ താരപത്നിയല്ല സംഗീത. ലണ്ടനിലെ ധനികമായ കുടുംബമാണ് സംഗീതയുടേത്. നിലവിൽ സംഗീത ലണ്ടനിലാണ് ഉള്ളതെന്നും വിവരങ്ങളുണ്ട്. വ്യക്തിജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് വിജയ് ഇതുവരെയും തുറന്ന് സംസാരിച്ചിട്ടില്ല. വിജയനെയും സംഗീതയെയും ഒരുമിപ്പിക്കാൻ അമ്മ ശോഭ ചന്ദ്രശേഖരന് കഴിഞ്ഞില്ലെന്ന വാദവും പ്രസക്തമാണ്. മാതാപിതാക്കൾക്ക് ഇന്ന് വിജയുടെ തീരുമാനങ്ങളിൽ വലിയ സ്വാധീനമില്ല. ഗുരുതരമായ ആരോപണങ്ങളാണ് സംഗീത വിജയ്ക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഒരു നടിയുമായി വിജയ്ക്ക് ബന്ധമുണ്ടെന്നും അതാണ് ആ ബന്ധം തകരാനുള്ള കാരണമെന്നും സംഗീത ഡിവോഴ്സ് പെറ്റീഷനിൽ പറയുന്നുണ്ട്. ഭർത്താവിന്റെ അവഗണന തനിക്കുണ്ടാക്കിയ അപമാനത്തെക്കുറിച്ചും മാനസിക വിഷമത്തെക്കുറിച്ചും സംഗീത പെറ്റീഷനിൽ പരാമർശിക്കുന്നുണ്ട്. വിവാഹമോചനം, ന്യായമായ ജീവനാംശം, നിലവിൽ താമസിക്കുന്ന വീട്ടിൽ തന്നെ തുടരണം എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളാണ് സംഗീത ഉന്നയിച്ചിരിക്കുന്നത്. ഇതേ തുടർന്ന് സംഗീതയ്ക്കെതിരെ വിജയുടെ PR ടീമുകൾ തിരിഞ്ഞിട്ടുമുണ്ട്.
സംഗീത വിജയുടെ രാഷ്ട്രീയ എതിരാളികളായ DMK തക്ക സമയത്ത് ഇറക്കിയതാണെന്നായിരുന്നു തിരഞ്ഞെടുപ്പ് വേളയിൽ ഇവരുടെ വാദം. നീലാങ്കരയിലെ വീട്ടിൽ വിജയ് താഴത്തെ നിലയിലും വേറൊരു അടുക്കളയും പാചകവുമായിട്ടുമായിരുന്നു, മുകളിലത്തെ നിലയിൽ സംഗീതയും, അങ്ങനെ ഒരു വീട്ടിൽ 2 അടുക്കളയായിരുന്നു എന്നും തുടങ്ങിയ വിവരങ്ങളും പുറത്തു വന്നിരുന്നു. വിജയും സംഗീതയും സംസാരിച്ചത് തന്നെ 6 വർഷമായി എന്നും മാനേജർ മുഖേനയാണ് ഇവർ സംസാരിക്കുന്നതെന്നും ഭാര്യയ്ക്ക് കൊടുക്കേണ്ട മര്യാദയും സ്നേഹം കൊടുത്തിട്ടില്ല തുടങ്ങിയ വിവരങ്ങളും പലരും പങ്കുവയ്ക്കുകയുണ്ടായി. വിജയ് സംഗീത ദാമ്പത്യം തകരാൻ കാരണം വിജയ്ക്ക് തൃഷയുമായുള്ള അടുപ്പമാണെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ വിജയെ അഭിനന്ദിക്കുവാൻ തൃഷ വീട്ടിലേക്ക് വന്നതും വിജയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിലെ തൃഷയുടെ സാന്നിധ്യവുമെല്ലാം ആ കിംവദന്തികൾക്ക് ശക്തി നൽകുന്നതായിരുന്നു. നടൻ അജിത്തിന്റെ അമ്മ മരിച്ചപ്പോൾ വിജയ്ക്കൊപ്പം തൃഷയും അജിത്തിനെ ആശ്വസിപ്പിക്കാനായി എത്തിയിരുന്നു. വിജയും തൃഷയും തങ്ങളുടെ പ്രണയം പറയാതെ പറയുകയാണെന്നാണ് സോഷ്യൽ മീഡിയയിലെ വിലയിരുത്തൽ. അതിനിടെ നടി തൃഷ വിവാഹിതയായെന്ന തരത്തിലുള്ള പ്രചാരണങ്ങളും നടക്കുന്നുണ്ട്. ഒരു പരിപാടിക്കിടെ തൃഷ എത്തിയപ്പോൾ കഴുത്തിൽ താലിമാല, കയ്യിൽ എൻഗേജ്മെന്റ് മോതിരവും ഉണ്ടായിരുന്നു എന്നതാണ് സോഷ്യൽ മീഡിയയുടെ പുതിയ കണ്ടെത്തൽ. എന്നാൽ ഇപ്പോൾ പ്രചരിക്കുന്ന ഈ വീഡിയോ ഗുഡ് ബാഡ് അഗ്ലിയിലെ സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി ഉള്ളതാണെന്നാണ് ആരാധകർ പറയുന്നത്. തൃഷ ധരിച്ചിരിക്കുന്നത് താലി അല്ലെന്നും അത്തരത്തിലുള്ള ഒരു ലോക്കറ്റ് മാത്രമാണെന്നും ആരാധകർ പറയുന്നുണ്ട്. എന്തായാലും ഈ അഭ്യൂഹങ്ങളും ഊഹാപോഹങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. അതേസമയം വിജയ് ചിത്രം ജനനായകന്റെ റിലീസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളൊന്നും തന്നെയും ഇതുവരെയും പുറത്തു വന്നിട്ടുമില്ല.